ഹലോ മക്കളെ, 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെയും ഓണം എക്സാമിനേഷൻ നാളെയാണ് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കെമിസ്ട്രിയുടെ നമ്മുടെ ഫസ്റ്റ് ടൈം എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് ഈ വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മുടെ ഒന്നാമത്തെ ചോദ്യം മക്കളെ, ദ ഹോൾ പോസിറ്റീവ് ചാർജ് ആൻഡ് മാസ് ഓഫ് ആൻ ആറ്റം ആർ കോൺസെൻട്രേറ്റഡ് ഇൻ. മക്കളെ, ഒരു ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജും മാസും എല്ലാം കൂടി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് ഭാഗത്താണെന്നാണ് ചോദ്യം. ഓപ്ഷനിലുണ്ട് പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, ഓർബിറ്റ് ഉണ്ട്. എന്തായിരിക്കും ഉത്തരം? ന്യൂക്ലിയസ്. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സം സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗിവൺ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ദർ ആർ 3 ഐസോടോപ്സ് ഫോർ ഹൈഡ്രജൻ. ഓക്കെ, അത് ശരിയാണ്. ഹെവി വാട്ടർ ഈസ് ദ ഓക്സൈഡ് ഓഫ് ട്രിഷ്യം. തെറ്റാണ്. ഹെവി വാട്ടർ മക്കളെ ഏതിന്റെ ഓക്സൈഡാണ്? ഡ്യൂട്ടീരിയത്തിന്റെ ഓക്സൈഡാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, കാർബൺ 13 ഇസ് ദ മോസ്റ്റ് സ്റ്റേബിൾ ആൻഡ് അബണ്ടന്റ് ഐസോട്ടോപ്പ് ഓഫ് കാർബൺ. അതും തെറ്റാണ്. കാർബൺ 14 ഈസ് എ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ്. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം 1ഉം 4ഉം കേട്ടോ. അപ്പോൾ ഓപ്ഷൻ സി. മൂന്നാമത്തെ ചോദ്യം മാച്ച് ദ ഫോളോവിങ് ആണ്. മാച്ച് ദ ഫോളോവിങ്ങിൽ ഒരു സൈഡിൽ ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ എന്ന് കൊടുത്തിട്ടുണ്ട്. കോളം ബിയിൽ ജെയിംസ് ചാഡ്വിക്, ഏണസ്റ്റ് റുദർഫോർഡ്, ജെ തോംസൺ. എന്തായിരിക്കും ഇതിന് ആൻസർ വരിക? ഇലക്ട്രോൺ ജെ തോംസൺ ആണ്, ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക് ആണ്, പ്രോട്ടോൺ റദർഫോർഡ് ആണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ ബി. നാലാമത്തെ ക്വസ്റ്റ്യൻ, 2 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റണം. സ്റ്റേറ്റ്മെന്റ് 1 ഇതാണ്: an oxygen atom accepts an electron and becomes O- ion. ഓക്കെ, ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 2, എനർജി ഈസ് അബ്സോർബ്ഡ് ഡ്യൂറിങ് ദിസ് പ്രോസസ്. ഓക്കെ, അതിൽ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എനർജി ആക്ച്വലി റിലീസ് ചെയ്യാണ് ചെയ്യുക ഫസ്റ്റ് കേസിൽ. സോ ഇതിൻ്റെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അഞ്ചാമത്തെ ചോദ്യം, ദ അറ്റോമിക് നമ്പർ ഓഫ് ക്ലോറിൻ ഈസ് 17. എല്ലാവർക്കും അറിയാലോ, ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17 ആണ്. ചോദ്യം എന്താണ്? ഹൗ ഡസ് എ ക്ലോറിൻ ആറ്റം ബിക്കംസ് എ ക്ലോറൈഡ് അയോൺ? മക്കളെ, ഒരു ക്ലോറിൻ ആറ്റം എങ്ങനെയാണ് ക്ലോറൈഡ് അയോണായിട്ട് മാറുക? ക്ലോറൈഡ് അയോൺ എന്ന് പറഞ്ഞാൽ Cl- ആണ്. എപ്പോഴാണ് ക്ലോറിൻ Cl- ആയിട്ട് മാറുക? ഓക്കെ, ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോൾ. ഉത്തരം എന്താണ്? ബൈ ഗെയിനിങ് 1 ഇലക്ട്രോൺ. അടുത്തത്, ഡ്രോ ദ ഫിഗർ ഷോയിങ് ദ ഫോർമേഷൻ ഓഫ് ക്ലോറൈഡ് അയോൺ. ഓക്കെ, ക്ലോറൈഡ് അയോൺ ഫോർമേഷൻ്റെ ഒരു ഫിഗർ വരയ്ക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഇക്വേഷൻ രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ എഴുതിയാലും മതി. Cl+1 ഇലക്ട്രോൺ ഗീവ്സ് Cl-. റെഡിയല്ലേ? ഓക്കെ. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് മോഡേൺ പീരിയോഡിക് ലോ. മോഡേൺ പീരിയോഡിക് ലോ എന്താണെന്ന് ചോദിക്കുന്നത്. രണ്ടാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ആൻസർ? ദ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫംഗ്ഷൻസ് ഓഫ് ദിയർ അറ്റോമിക് നമ്പർ. അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ഗ്രൂപ്പ്സ് ആൻഡ് പീരീഡ്സ് ആർ ദർ ഇൻ ദ മോഡേൺ പീരിയോഡിക് ടേബിൾ. മോഡേൺ പീരിയോഡിക് ടേബിൾ എത്ര ഗ്രൂപ്പ് ഉണ്ട്, എത്ര പീരീഡ് ഉണ്ട്? 18 ഗ്രൂപ്പ് ആൻഡ് 7 പീരീഡ്. ഏഴാമത്തെ ചോദ്യം, an element belongs to second period and 17th group. ഒരു എലമെന്റ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ 17 ആണ്, പീരീഡ് നമ്പർ 2 ആണ്, രണ്ടാമത്തെ പീരീഡ് ആണ്. റൈറ്റ് ഇറ്റ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നാണ് പറയുന്നത്. ഇതെങ്ങനെ ചെയ്യാം? ഓക്കെ, നമ്മൾ ആ സെൻറ്റൻസിൽ നിന്ന് തന്നെ അതിന് ഉത്തരം കണ്ടെത്താൻ പറ്റണം. രണ്ട് പീരീഡ് എന്നാണ്, രണ്ടാമത്തെ പീരീഡ് എന്നാണ് ഈ എലമെന്റിനെ കുറിച്ച് പറയുന്നത് അല്ലേ? അപ്പോൾ രണ്ടാമത്തെ പീരീഡ് എന്ന് പറയുമ്പോൾ എത്ര ഷെല്ലുണ്ട്, അവിടെ നമുക്ക് ഷെല്ലിൻ്റെ എണ്ണം കണക്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, സെക്കൻഡ് പീരീഡ് എന്ന് പറയുമ്പോൾ ഷെല്ലിൻ്റെ എണ്ണം 2. അപ്പോൾ ടോട്ടൽ 2 ഷെല്ലുകൾ ഉണ്ടായിരിക്കും. പിന്നെ പറയുന്നു 17ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നുണ്ട്. 17ാമത്തെ ഗ്രൂപ്പ് നമുക്കറിയാം പി ബ്ലോക്ക് ആണ്. പി ബ്ലോക്കിലെ എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്മൾ എങ്ങനെ കണ്ടെത്താൻ പഠിച്ചത്? യെസ്, ഔട്ടർ മോസ്റ്റിൽ എത്രയാണോ ഇലക്ട്രോൺ +10 അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് 17th ഗ്രൂപ്പ്. എപ്പോഴാണ് മക്കളെ 17th ഗ്രൂപ്പ് ആവുക? നമ്മൾ ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാകുമ്പോഴാണ്? 7 ഇലക്ട്രോൺസ് അല്ലേ? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. ഇറ്റ് ഈസ് 2 7. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദി എലമെന്റ് ഇൻ ദ സെയിം ഗ്രൂപ്പ് വിത്ത് ബിലോങ്സ് ടു തേർഡ് പീരീഡ്. ഓക്കെ, സെയിം 17ാമത്തെ ഗ്രൂപ്പിൽ തന്നെ നമ്മളിപ്പോൾ മുകളിൽ എഴുതിയിരിക്കുന്ന എലമെന്റിന്റെ തൊട്ട് താഴെയുള്ള എലമെന്റിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് പറയുന്നത്. മക്കളെ, ഈ നമ്മളിപ്പോൾ ഓൾറെഡി ക്വസ്റ്റ്യൻ എയിൽ എഴുതിയിട്ടുള്ള എലമെന്റ് രണ്ടാമത്തെ പീരീഡിലെ എലമെന്റ് അല്ലേ 17ാമത്തെ ഗ്രൂപ്പിൽ, അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 7 എന്നാണ് വരുന്നത്. അതിന് തൊട്ട് താഴേക്ക് എന്ന് പറയുമ്പോൾ പീരീഡിന് എണ്ണം കൂടില്ലേ? ഗ്രൂപ്പിൽ താഴോട്ട് വരും തോറും, പീരിയോഡിക് ടേബിൾ താഴോട്ട് വരും തോറും പീരീഡ് ഇങ്ങനെ കൂടിക്കൊണ്ട് പീരീഡിന്റെ എണ്ണം കൂടുകയല്ലേ ചെയ്യുന്നത്.
അപ്പോൾ ഈ 2 ഷെല്ലുള്ളത് എത്ര ആവും? 3 ഷെല്ലാവും. 3 ഷെല്ലിൽ ലാസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ കൊടുക്കണം നമ്മൾ? 7 ഇലക്ട്രോൺ. അപ്പോൾ അത് പ്രകാരം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ വരിക? 2, 8, 7. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. The atom of an element has 3 shells and there are 7 electrons in the outermost shell. ഒരു ആറ്റത്തിൻ്റെ ഒരു എലമെൻറ്റിൻ്റെ ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയ സമയത്ത് അതിന് 3 ഷെല്ലുണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, 3 ഷെല്ലിലാണ് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത്. പിന്നെ അവസാനത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ടെന്നും പറയുന്നു. ചോദ്യം ഇതാണ്, റൈറ്റ് ഇറ്റ്സ് ഗ്രൂപ്പ് നമ്പർ ആൻഡ് പീരിയഡ് നമ്പർ. ഈ എലമെൻറ്റിൻ്റെ പീരീഡ് നമ്പറും ഗ്രൂപ്പ് നമ്പറും കണ്ടെത്തണം. അപ്പോൾ ആദ്യം നമ്മളിതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. 3 ഷെല്ല് എന്ന് പറയുമ്പം KLM റെഡി അല്ലേ? ലാസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ആദ്യം ലാസ്റ്റ് ഷെല്ല് കംപ്ലീറ്റ് ചെയ്യുക. 7 ഇലക്ട്രോൺ കൊടുത്തു. റെഡി അല്ലേ? 7 ഇലക്ട്രോൺ കൊടുത്തു. ഇനി ലാസ്റ്റത്തെ 7 ആണെങ്കിൽ ആദ്യത്തെ 2 കംപ്ലീറ്റ് ചെയ്യണ്ടേ? അതെന്തായിരിക്കും? 2, 8, 7. റെഡി അല്ലേ? ഇനി നമുക്ക് സിമ്പിളായിട്ട് പീരീഡ് കണ്ടെത്താം മക്കളെ. എത്രയാണോ ഷെല്ലിൻ്റെ എണ്ണം അതാണ് അതിൻ്റെ പീരീഡ്. സോ പീരീഡ് എത്രയായിരിക്കും? 3 ആണ്. ഇനി ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടെത്തുക? ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ ഞാൻ പറഞ്ഞു തരുന്നു. ലാസ്റ്റ് ഷെല്ലിൽ 2ൽ കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അത് P ബ്ലോക്ക് ആണ്. P ബ്ലോക്ക് ആണെങ്കിൽ ഗ്രൂപ്പ് കണ്ടെത്താനുള്ള ട്രിക്ക് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ പ്ലസ് 10 ആണ്. സോ ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 7 അല്ലേ? പ്ലസ് 10 എന്ന് കൊടുക്കുമ്പോൾ 17 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? യെസ്. ഇനി അതിൽ ക്വസ്റ്റ്യൻ B. റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എൻ എലമെന്റ് വിച്ച് ബിലോങ്സ് ടു 14th ഗ്രൂപ്പ് ഇൻ ദ സെയിം പീരീഡ്. സെയിം പീരീഡിൽ 14th ഗ്രൂപ്പിലുള്ള എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാണ് പറയുന്നത്. അപ്പോൾ പീരീഡിൻ്റെ എണ്ണം 3 ആണ്. 3 ഷെല്ലുണ്ടാവും. ഓക്കെ, പിന്നെ പറയുന്നത് 14th ഗ്രൂപ്പും P ബ്ലോക്ക് അല്ലേ ആണ്. P ബ്ലോക്ക് പറയുമ്പോൾ 10+4, അതായത് ലാസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ കാണണം. അപ്പോൾ അത് പ്രകാരം അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ വരിക? 2, 8, 4. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 8ാമത്തെ ചോദ്യം. ദ ഒബ്സർവേഷൻസ് ഓഫ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്സ് ആർ ഗിവൺ. റൈറ്റ് ഡൗൺ ദ ഇൻഫറൻസസ് ഡ്രോൺ ഫ്രം ഈച്ച് ഒബ്സർവേഷൻസ്. മക്കളെ, ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ്, ഇത് കാഥോഡ് റേയുടെ പ്രോപ്പർട്ടീസ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക് എന്നുള്ള ചോദ്യം കേട്ടോ. കാഥോഡ് റേസ് കാസ്റ്റ് ഷാഡോ ഓഫ് ഒപ്പാക് ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ഇൻ ഇറ്റ്സ് പാത്ത്. മക്കളെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് കാഥോഡ് റേസ് അത് ട്രാവൽ ചെയ്യുന്ന പാത്തിൽ നമ്മൾ എന്തെങ്കിലും ഒപ്പാക് ആയിട്ടുള്ള ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഷാഡോ അത് കാണിക്കും. ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇത് സൂചിപ്പിക്കുന്നത് എന്താ മക്കളെ? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. അങ്ങനെയാണ് ഉത്തരം എഴുതുന്നത് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ B. When an electric field is applied on both sides of the cathode rays, they are found to be attracted towards the positive side. കാഥോഡ് റേസ് എല്ലാം കൂടി പോസിറ്റീവ് സൈഡിലേക്ക് അട്രാക്ട് ആവാനുള്ള കാരണം എന്താ മക്കളെ? അപ്പോൾ അതിൻ്റെ ഇൻഫ്ലുവൻസ് എന്താണ്? ഇതിന് ഇൻഫ്ലുവൻസ് പറഞ്ഞാൽ കാഥോഡ് റേസ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി 9ാമത്തെ ചോദ്യം. ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് 2 എലമെന്റ്സ് A and B ആർ ഗിവൺ. A ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 5 ആണ്. ബിൻ്റെത് 2, 8, 5 ആണ്. വിച്ച് ഓഫ് ദിസ് എലമെന്റ് ഹാസ് സ്മോളർ ആറ്റം? ഇതിൽ ഏതാണ് സ്മോളർ ആറ്റം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഷെല്ലിൻ്റെ എണ്ണം നോക്കുക. ഷെല്ലിൻ്റെ എണ്ണം എന് 2 ഉള്ളൂ, ബിന് 3 ഉണ്ട് അല്ലേ? അപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. ഈ നമ്മൾ പീരീഡ് വൈസ് പറയുകയാണെങ്കിൽ എക്ക് 2 പീരീഡ്, 2ാമത്തെ പീരീഡിലെ എലമെൻ്റ് ആണ് എ. ബി എന്ന് പറയുന്നത് 3ാമത്തെ പീരീഡിലെ എലമെൻ്റ് ആണ് അല്ലേ? അപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് വരും തോറും സെയിം ഗ്രൂപ്പ് അല്ലേ, എ ആയിരിക്കും മുകളിൽ ഉണ്ടാവുക, ബി അതിൻ്റെ താഴെയാണ് ഉണ്ടാവുക. അപ്പോൾ താഴോട്ട് വരും തോറും ആറ്റത്തിൻ്റെ സൈസ് കൂടുകയാണ് ചെയ്യുക. സോ ബി ആണ് വലുത്, എ ചെറുതാണ്. അപ്പോൾ സ്മോളർ ആറ്റം ഏതാണെന്ന് ചോദിച്ചാൽ എ ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാം. വാട്ട് ആർ ദ 2 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് അറ്റോമിക് സൈസ്? ആറ്റത്തിൻ്റെ സൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 ന്യൂക്ലിയർ ചാർജ്, 2 നമ്പർ ഓഫ് ഷെൽ. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 പോസ്റ്റുലേറ്റ്സ് ഓഫ് റദർഫോർഡ് ആറ്റം മോഡൽ. എന്തൊക്കെയാ? 1 ആറ്റം ഹാസ് എ സെൻറ്റർ കോൾഡ് ന്യൂക്ലിയസ്. 2 സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് വെരി സ്മോൾ കമ്പയർ ടു സൈസ് ഓഫ് ദി ആറ്റം. അടുത്ത ക്വസ്റ്റ്യൻ 11 A. ഇതിൽ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഹൂ പ്രപ്പോസ്ഡ് പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റം? പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റം കണ്ടെത്തിയത് ആരാണ്? ഉത്തരം J.J. തോംസൺ. അടുത്തത്, അക്കോർഡിംഗ് ടു ദിസ് മോഡൽ ആൻ ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡൽ പ്രകാരം ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് പറയുന്നു. എന്തുകൊണ്ട്? ബിക്കോസ് ദ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ് ആർ ഈക്വൽ. അത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഓർ ക്വസ്റ്റ്യൻ ആണ്. In a gold foil experiment, most of the alpha particles passed through the gold foil
ഫുൾ സ്റ്റോപ്പ്. വാട്ട് ഡസ് ദിസ് ഇൻഡിക്കേറ്റ്? ഇതെന്താണ് അതായത് മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസിന് ഡിഫ്ലക്ഷൻ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ, കടന്നു പോകുന്നുണ്ട്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നമ്മളിതിൻ്റെ അസംഷനാണ് എഴുതേണ്ടത്. എന്താ? മോസ്റ്റ് പാർട്ട് ഓഫ് ദി ആറ്റം വാസ് എം ടി. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് ദി ആറ്റം മോഡൽ പ്രപ്പോസ്ഡ് ബൈ റുദർഫോർഡ്. റുദർഫോർഡിന്റെ ആറ്റം മോഡലിന്റെ പേരെന്താ മക്കളെ? പ്ലാനറ്ററി ആറ്റം മോഡൽ. ഓക്കെ. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ, നോബൽ ഗ്യാസസ് എക്സെപ്റ്റ് ഹീലിയം ഹാവ് ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. വാട്ട് ഈസ് മീൻ ബൈ ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? എന്താ മക്കളെ ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ 8 ഇലക്ട്രോൺ in the outermost shell of an element is called octet electronic configuration. അടുത്തത്, മെഗ്നീഷ്യം ആൻഡ് ഓക്സിജൻ കമ്പൈൻ ടു ഫോം മെഗ്നീഷ്യം ഓക്സൈഡ്. മെഗ്നീഷ്യം ഓക്സിജൻ കൂടി ചേർന്നാൽ എന്തുണ്ടാവും? മെഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവും. വാട്ട് ചേഞ്ച് occur to the electron configuration of magnesium in the chemical reaction? അപ്പോൾ ഇങ്ങനെ ഈ മെഗ്നീഷ്യം ഓക്സൈഡായി മാറുന്ന സമയത്ത് ഈ മെഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്നാണ് ചോദ്യം. യെസ്, മാറ്റം ഉണ്ടാവും. എന്താണ് മാറ്റം ഉണ്ടാവുക? നിങ്ങൾ മെഗ്നീഷ്യം ഓക്സൈഡായിട്ട് മാറുമ്പോൾ മെഗ്നീഷ്യം Mg2+ ആയിട്ട് മാറും, അയോൺ ആയിട്ട് മാറുന്നുണ്ട്. Mg എന്തായിട്ട് മാറും? Mg2+. എപ്പോഴാണ് Mg2+ ആവുക? 2 ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ ഓൾറെഡി 2 ഇലക്ട്രോൺസിനെ കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ മാറ്റം വരില്ലേ? വരും. എന്താ വരിക? Mgയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 282 ആണ്. അപ്പോൾ Mg2+ എന്തായിട്ട് മാറും? 28. റെഡിയല്ലേ? അതാണ് മാറ്റം കേട്ടോ. ഇനി 13ാമത്തെ ചോദ്യം, ഡ്രോ ദ ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് റൈറ്റ് ദെയർ നെയിംസ്. ഹൈഡ്രജൻ 3 ഐസോടോപ്പ് ഉണ്ട് നമുക്കറിയാം. ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. അതിൻ്റെ ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ വരച്ചു വെക്കുക. സെൻറ്ററിൽ ന്യൂക്ലിയസിനും ഈ പ്രോട്ടോണും ന്യൂട്രോണും, പുറമെ 1ാമത്തെ ഷെൽ, ഷെൽ, ഓരോ ഇലക്ട്രോൺ വീതം കൊടുക്കുക. ഇപ്പോൾ പ്രോട്ടിയത്തിന് ഒരു പ്രോട്ടോൺ ആയിരിക്കും, 0 ന്യൂട്രോൺ ആണ്. ഡ്യൂട്ടീരിയം ആകുമ്പോൾ 1H2 എന്നല്ലേ നമ്മൾ പറയാം. അപ്പോൾ ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും. ട്രിഷ്യ ആകുമ്പോൾ അത് 1H3 ആണ്, ഒരു പ്രോട്ടോണും 2 ന്യൂട്രോണും ഉണ്ടായിരിക്കും. ഓക്കെ. ചോദ്യം എന്താണ്? ഡ്രോ ചെയ്യാൻ പറഞ്ഞു. ഇനി അടുത്ത ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത്, ദർ ആർ 3 ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ. ഓക്കെ. വിച്ച് ഐസോടോപ്പ് ഓഫ് ഹൈഡ്രജൻ ഹാസ് നോ ന്യൂട്രോൺ ഇൻ ഇറ്റ്സ് ന്യൂക്ലിയസ്? മക്കളെ, ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഏതാണ്? ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും. ഏതാ? 1ാമത്തെ ഐസോടോപ്പ്, പ്രോട്ടിയം. 2ാമത്തെ ചോദ്യം, റൈറ്റ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ 1H2 ആൻഡ് 1H3. 1H2ലെയും 1H3ലെയും പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണം എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം 1H2 നോക്കുക. 1H2ൽ ഒരു ആരോ മാർക്ക് പോകുന്നുണ്ടോ നിങ്ങൾ? യെസ്. നമ്പർ ഓഫ് പ്രോട്ടോൺ എത്രയാണ് മക്കളെ? 1. നമ്പർ ഓഫ് ന്യൂട്രോണോ? 1. 1H3 ആകുമ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺ 1, നമ്പർ ഓഫ് ന്യൂട്രോൺ 2. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, സം എലമെന്റ്സ് ദാറ്റ് ബിലോങ് ടു ദി 4th period show similarities in properties along the period. ഓക്കെ. എന്താ മക്കളെ പറയുന്നത്? 4ാമത്തെ പീരീഡിലെ ചില എലമെന്റ്സ് അതിൻ്റെ പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി കാണിക്കുന്നുണ്ട് അലോങ് എ പീരീഡ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ചോദ്യം എന്താണ്? ബൈ വാട്ട് നെയിം ദീസ് എലമെന്റ്സ് ആർ നോൺ? ഈ എലമെന്റ്സ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? മക്കളെ, അലോങ് എ പീരീഡ് സെയിം പ്രോപ്പർട്ടി കാണിക്കുന്നത് ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്. സോ ആ എലമെന്റ്സിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസിഷൻ എലമെന്റ്സ്. ഇൻ വിച്ച് ഷെൽ ആർ ദി ഇലക്ട്രോൺ ആഡഡ് ഇൻ ദിസ് എലമെന്റ്സ്? ഈ എലമെന്റുകളിൽ ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നത്, ലാസ്റ്റ് ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നത് ഏത് ഷെല്ലിലായിരിക്കും? പെനൾട്ടിമേറ്റ് ഷെൽ. ഈ ഷെല്ലാണ് പെനൾട്ടിമേറ്റ് ഷെൽ. പഠിച്ചു വെച്ചോളൂ. പെനൾട്ടിമേറ്റ് ഷെൽ. വൈ ഡു ദേ ഷോ സിമിലാരിറ്റീസ് ഇൻ പ്രോപ്പർട്ടീസ് അലോങ് ദ പീരീഡ്? അവർ എന്തുകൊണ്ടാണ് അലോങ് എ പീരീഡിൽ എലമെന്റ്സിനൊക്കെ ഒരേ പ്രോപ്പർട്ടി ഉണ്ടാവാനുള്ള കാരണം എന്താണ്? അതിന് ആൻസറാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ബിക്കോസ് ട്രാൻസിഷൻ എലമെന്റ്സ് ഇൻ ദ സെയിം പീരീഡ് ഹാവ് ദ സെയിം നമ്പർ ഓഫ് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസ്. ഒരേ പീരീഡിലുള്ള ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ലാസ്റ്റ് ഷെല്ലിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സെയിം ആയിരിക്കും. ഹെൻസ് ദേ ഷോ സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടീസ് അലോങ് എ പീരീഡ്. ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ. 15ാമത്തെ ചോദ്യം, ദ ഐസോടോപ്പ് ഓഫ് എൻ എലമെന്റ് ഈസ് C613. കാർബൺ ആണല്ലോ അല്ലേ? കാർബണിന്റെ ഐസോടോപ്പാണ് തന്നിരിക്കുന്നത്. അനദർ ഐസോടോപ്പ് ഹാസ് 1 ന്യൂട്രോൺ മോർ ദാൻ ദി ഗിവൺ വൺ. കാർബൺ വേറൊരു ഐസോടോപ്പ് ഉണ്ട്, അത് ഇപ്പോൾ തന്ന ഐസോടോപ്പിനേക്കാളും 1 ന്യൂട്രോൺ കൂടുതലായിരിക്കും എന്ന് പറയുന്നു. ന്യൂട്രോണിൻ്റെ എണ്ണം കൂടുമ്പോൾ മാസ് നമ്പറാണ് കൂടുക കേട്ടോ. അപ്പോൾ ഏതാണ് ആ ഐസോടോപ്പ് എന്നാണ് റെപ്രസെൻ്റ് ചെയ്യാൻ പറയുന്നത്. അത് ഏതായിരിക്കും മക്കളെ? C614 ആയിരിക്കും. ഇതാണ് C614. റൈറ്റ് എനി യൂസ് ഓഫ് എനി വൺ യൂസ് ഓഫ് ദീസ് ഐസോടോപ്സ്. ഈ ഐസോടോപ്പിൻ്റെ ഏതെങ്കിലും ഒരു യൂസ് ചെയ്താനാണ് പറയുന്നത്.
C14 എന്തിനാ മക്കളെ ഉപയോഗിക്കാം? C14 നമ്മൾ ഫോർ ഫൈൻഡിങ് ഏജ് ഓഫ് ഫോസിൽസ് റെഡിയല്ലേ? ഓക്കെ. C13 എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടു സ്റ്റഡി മെറ്റബോളിക് പ്രോസസ്. ഇനി 16ാമത്തെ ചോദ്യം, ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സം എലമെന്റ്സ് ആർ ഗിവൺ. ഓക്കെ, കുറച്ച് എലമെന്റ്സിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. A 283, B 287, C 2892, D 27. വിച്ച് among these belong to മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്? ഇതിലെ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് ഏതാണെന്ന് ചോദിക്കുന്നത്. മെയിൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എസ് ബ്ലോക്ക്, ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 13 to 18. ഇതിൽ ആരായിരിക്കും മക്കളെ? യെസ്, എ മെയിൻ ഗ്രൂപ്പ് എലമെന്റ് ആണ്, ബി മെയിൻ ഗ്രൂപ്പ് എലമെന്റ് ആണ്, ആൻഡ് ഡി ഓൾസോ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്. എന്തുകൊണ്ട്? എ എന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാ? 13 ആണ്. ബിന്റെ ഗ്രൂപ്പ് നമ്പർ 17 ആണ്, ഡിയുടെ ഗ്രൂപ്പ് നമ്പറും 17 ആണ്. സോ ദേ ബിലോങ് ടു മെയിൻ ഗ്രൂപ്പ്സ്. വിച്ച് among these is in a transition element? ഇതിൽ ട്രാൻസിഷൻ എലമെന്റ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. സോ അത് നമുക്ക് ഏകദേശം കണ്ടാൽ തന്നെ അറിയാം, സി ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിൽ 2 വന്നു അല്ലേ? സോ നാല് ഷെല്ലുകൾ വന്നു. സോ മോസ്റ്റ് പ്രോബബ്ലി പിന്നെ അതുപോലെ മൂന്നാമത്തെ ഷെല്ല് പെനൾട്ടിമേറ്റ് ഷെല്ലാന്ന് കണ്ടാൽ അറിയാം, 289 എന്നൊക്കെ കണ്ടല്ലോ അല്ലേ? സോ ദിസ് ഈസ് ഇതാണ് സി ആണ് ഇതിലെ ട്രാൻസിഷൻ എലമെന്റ്. ഇനി വിച്ച് among these show similarity in properties? മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ പരസ്പരം സെയിം പ്രോപ്പർട്ടി കാണിക്കുന്നത് ആരൊക്കെയായിരിക്കും? സെയിം പ്രോപ്പർട്ടി കാണിക്കുന്നത് ഒന്ന് സെയിം പീരീഡിലുള്ളവർ എന്ത് ചെയ്യാം? സെയിം പ്രോപ്പർട്ടി കാണിക്കാം. അതുപോലെ സെയിം ഗ്രൂപ്പിലുള്ളവരും സെയിം പ്രോപ്പർട്ടി കാണിക്കാം. സോ മോസ്റ്റ് പ്രോബബ്ലി ബി ഡി സെയിം പ്രോപ്പർട്ടി കാണിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ എയും ബിയും എന്നൊക്കെ പറയുമ്പോൾ ഒരു സെയിം പീരീഡാണ്, തേർഡ് പീരീഡിലെ എലമെൻറ്റ്സ് ആണ്. സോ ദേ കൻ ഓൾസോ ഷോ സെയിം പ്രോപ്പർട്ടി. ബട്ട് ഇതിന് ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് ആൻസറിന് ഫസ്റ്റ് ഓപ്ഷനായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ബിയും ഡിയും ആണ്, കാരണം ഒരു സെയിം ഗ്രൂപ്പിലാണ്. ട്രാൻസിഷൻ എലമെൻറ്റ്സിൽ മാത്രമാണ് അലോങ് എ പീരീഡ് സെയിം പ്രോപ്പർട്ടി കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്കത് എഴുതാം, എയും ബിയും എഴുതാം, ബിയും ഡിയും എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ പൊസിഷൻ ഓഫ് സം എലമെന്റ്സ് ഇൻ ദ പീരിയോഡിക് ടേബിൾ ആർ ഗിവൺ. ഓക്കെ, ചില എലമെന്റ്സിന്റെ പൊസിഷൻ കൊടുത്തിട്ടുണ്ട്, എ ബി സി ഡി. ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദീസ് ഈസ് എ ട്രാൻസിഷൻ എലമെന്റ്? ഇതിൽ ഏതായിരിക്കും ട്രാൻസിഷൻ എലമെന്റ് എന്നാണ് ചോദിക്കുന്നത്. ട്രാൻസിഷൻ എലമെന്റ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് നമ്പർ 3 മുതൽ 12 വരെയാണ് നമ്മൾ ട്രാൻസിഷൻ എലമെന്റ് എന്ന് വിളിക്കുന്നത്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിൽ ഏതെങ്കിലും എലമെന്റ്സ് ഈ തന്നിരിക്കുന്നതിലുണ്ടോ? ഉണ്ട്. ഏതാണ്? സി ആണ്. സോ ആൻസർ സി ആണ്. വിച്ച് ഓഫ് ദീസ് ഈസ് എൻ ആൽക്കലി മെറ്റൽ? ആൽക്കലി മെറ്റൽ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 1 എലമെന്റ് ആണ് ആൽക്കലി മെറ്റൽ. ഏതായിരിക്കും? എ. വിച്ച് ഓഫ് ദിസ് ഇസ് ഗ്യാഷ്യസ് എലമെന്റ്? ഗ്യാഷ്യസ് എലമെന്റ് പറഞ്ഞാൽ സാധാരണ 17ാമത്തെ ഗ്രൂപ്പുകൾ ഹലോജൻസ് ആണ്. ഹലോജൻസ് എല്ലാവരും ഗ്യാസസ് ആണ്. സോ ഡി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. 17ാമത്തെ ചോദ്യം, an atom of an element B has 13 positive charge in its nucleus. Its mass number is 27. This atom is electrically neutral എന്ന് പറയുന്നു. വാട്ട് ഈസ് ഇറ്റ്സ് അറ്റോമിക് നമ്പർ? ഓക്കെ, അതിൻ്റെ അറ്റോമിക് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു എലമെൻ്റ് ഉണ്ട്, ബി ആണ്. അതിൽ 13 പോസിറ്റീവ് ചാർജസ് ഉണ്ട് അതിൻ്റെ ന്യൂക്ലിയസിനുള്ളിൽ 13 പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ആരാ? പ്രോട്ടോൺ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്താണ്? പ്രോട്ടോണിൻ്റെ എണ്ണമാണ് 13. അപ്പോൾ നമുക്ക് അറ്റോമിക് നമ്പർ ചോദിച്ചാൽ എന്താ? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺ അല്ലേ? സോ ആൻസർ 13. അടുത്ത ബി, ഫൈൻഡ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ ഇറ്റ്സ് ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിനുള്ളിൽ എത്ര ന്യൂട്രോൺസ് ഉണ്ടാവും? അപ്പോൾ നമുക്കറിയാം ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടാവുക. പ്രോട്ടോണും ന്യൂട്രോണും കൂടി കൂട്ടിയാൽ മാസ് നമ്പർ കിട്ടും. മാസ് നമ്പർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാ? 27. അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട് എത്രയാ? 13. രണ്ടും കൂടി മൈനസ് ചെയ്താൽ പോരെ, നമ്പർ ഓഫ് ന്യൂട്രോൺ കിട്ടും. 27 - 13, ആൻസർ 14. റെപ്രസെന്റ് എലമെന്റ് ഇൻഡിക്കേറ്റിംഗ് ഇറ്റ്സ് അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഉപയോഗിച്ചുകൊണ്ട് ആ എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് ഇതുപോലെയാണ്. എലമെന്റ് ഏതാണ്? ബി അല്ലേ? ബി എന്ന് എഴുതുക. താഴെ ലെഫ്റ്റ് സൈഡിൽ അറ്റോമിക് നമ്പറും ടോപ്പ് ലെഫ്റ്റിൽ മാസ് നമ്പറും ഡിനോട്ട് ചെയ്യാം. സോ ബി 13, 27. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 18ാമത്തെ ചോദ്യമാണ്. 2 elements X and Y have 2 and 7 electrons in their outermost shell respectively. They belong to third period. എക്സും വൈ എന്ന് പറയുന്ന 2 എലമെന്റ്സ് ഉണ്ട്. അവരുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ, എക്സിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോണും വൈൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണുള്ളത്. അവർ 3ാമത്തെ പീരീഡിലെ എലമെന്റ്സ് ആണെന്നും പറയുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം ഐഡിയ കിട്ടി. 3ാമത്തെ പീരീഡ് എന്ന് പറയുമ്പോൾ 3 ഷെല്ലുകൾ ഉണ്ടാവും അല്ലേ? 3 ഷെൽ. 1ാമത്തെ ഷെൽ, 2ാമത്തെ ഷെൽ, 3ാമത്തെ ഷെൽ. ആ തേർഡ് ഷെല്ലിലെ ഇലക്ട്രോൺസിന് എണ്ണം ഓൾറെഡി അവർ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ.
അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇതിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. എക്സിൻ്റെ എന്താ വരിക 282, വൈൻ്റെതോ 287. അപ്പോൾ ആദ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി വെക്കുക. ഏതൊരു ചോദ്യം ചെയ്യും ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആദ്യം എഴുതുക കേട്ടോ. എന്നിട്ട് ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ ഗ്രൂപ്പ് ടു വിച്ച് എക്സ് ആൻഡ് വൈ ബിലോങ്. എക്സിൻ്റെയും വൈൻ്റെയും ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിക്കുന്നത്. മക്കളെ എക്സിൻ്റെ ഗ്രൂപ്പ് ഏതായിരിക്കും? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്. അത് എസ് ബ്ലോക്ക് ആണ്. എസ് ബ്ലോക്ക് ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടെത്തുക? ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം തന്നെയാണ്. സോ ഗ്രൂപ്പ് നമ്പർ 2 ആയിരിക്കും എക്സിൻ്റെത്. വൈ ആണെങ്കിലോ 7 ആണ് ലാസ്റ്റ് ഷെല്ലിൽ, അപ്പോൾ അത് പി ബ്ലോക്ക് ആണ്. പി ബ്ലോക്ക് ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ 10 പ്ലസ് ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ, 10 പ്ലസ് 7 17. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ അറ്റോമിക് നമ്പർ ഓഫ് ദി നോബൽ ഗ്യാസ് ഇൻ ദ പീരീഡ് ടു വിച്ച് എക്സ് ആൻഡ് വൈ ബിലോങ്. എക്സും വൈയും ഉള്ള സെയിം പീരീഡിലെ നോബൽ ഗ്യാസിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ് ചോദിക്കുന്നത്. സെയിം പീരീഡ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പീരീഡ്. ടോട്ടൽ 3 ഷെല്ലുകൾ ഉണ്ടാവും. ആ മൂന്നാമത്തെ ഷെല്ലിലെ ലാസ്റ്റ് ഇലക്ട്രോണിന്റെ എണ്ണം 8 ആയിരിക്കും. അവരിലെ നോബൽ ഗ്യാസസ്. അപ്പോൾ എല്ലാം കൂടി കൂട്ടി നോക്കിയാൽ മതി. 288 കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും മക്കളെ? 18. സോ അതിന്റെ അറ്റോമിക് നമ്പർ എത്രയായിരിക്കും? 18. സി വിച്ച് എലമെന്റ് among എക്സ് ആൻഡ് വൈ ഹാസ് സ്മോളർ ആറ്റം? ഗീവ് റീസൺ. എക്സിലും വൈയിലും സ്മോളർ ആറ്റം ആരാണ്? അപ്പോൾ നമുക്കറിയാം രണ്ടുപേരും സെയിം പീരീഡ് ആണ്. ഓക്കെ, പക്ഷേ എക്സ് ഉള്ളത് എസ് ബ്ലോക്കിലാണ്, വൈ ഉള്ളത് പി ബ്ലോക്കിലാണ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും അലോങ് എ പീരീഡ് ആറ്റത്തിൻ്റെ സൈസ് കുറയാണ് ചെയ്യുക. സോ എക്സ് ആണ് വൈയിനേക്കാൾ വലുത്. അപ്പോൾ ഏറ്റവും ചെറുതാരായിരിക്കും? വൈ ആണ്. റെഡി അല്ലേ? ഓക്കെ, ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. An element A belongs to second period. ഇത് ഓർ ക്വസ്റ്റ്യൻ ആട്ടോ, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. Accept 2 electron to attain stability. മക്കളെ എ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്, അത് രണ്ടാമത്തെ പീരീഡിലെ എലമെന്റാന്ന് പറയുന്നുണ്ട്. 2 ഇലക്ട്രോൺസ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സ്റ്റെബിലിറ്റി കിട്ടുമെന്ന് പറയും. എപ്പോഴാണ് ഒരു എലമെന്റിന് സ്റ്റെബിലിറ്റി കിട്ടുക? ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആകുമ്പോഴാണ് അല്ലേ. അപ്പോൾ ഈ എലമെന്റിനെ സംബന്ധിച്ച് എ എന്ന് പറയുന്ന ആൾക്ക് 2 ഇലക്ട്രോൺ കിട്ടിയാൽ സ്റ്റേബിളായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? അതിൻ്റെ ലാസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ അപ്പോൾ ഉണ്ടാവുക? 6 ആയിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതുക? ലാസ്റ്റ് ഷെല്ലിൽ 6 അല്ലേ, ടോട്ടൽ 2 ഷെല്ലല്ലേ ഉള്ളൂ. സോ 2 6. ഇനി അടുത്തത്, അനദർ എലമെന്റ് ബിലോങ്സ് ടു ബി. ബി എന്ന് പറയുന്ന വേറൊരു എലമെന്റ് ഉണ്ട്, ബിലോങ്സ് ടു തേർഡ് പീരീഡ്. അത് തേർഡ് പീരീഡിലെ എലമെന്റ് ആണ്. എക്സെപ്റ്റ് 2 ഇലക്ട്രോൺ അറ്റൈൻ സ്റ്റെബിലിറ്റി. അതിനും 2 ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി കിട്ടുമെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ലാസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടായിരിക്കും? 6. പക്ഷെ ഇത്തവണ മൂന്നാമത്തെ പീരീഡ് ആയതുകൊണ്ട് 3 ഷെല്ലുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 286. അപ്പോൾ ആദ്യ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി. ഇനിയാണ് ചോദ്യത്തിലേക്ക് വരാൻ പോകുന്നത്. ചോദ്യം, റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എ ആൻഡ് ബി. ഓൾറെഡി നമുക്ക് ഉത്തരം കിട്ടി, 26ഉം 286ഉം. അടുത്തത്, ഫൈൻഡ് ദ ഗ്രൂപ്പ് ടു വിച്ച് ദേ ബിലോങ്. ഇവ ഏത് ഗ്രൂപ്പിലെ എലമെന്റ്സ് ആണ് മക്കളെ? ലാസ്റ്റ് ഷെല്ലിൽ 2ൽ കൂടുതൽ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് ഇവർ പി ബ്ലോക്ക് ആണ്. പി ബ്ലോക്ക് ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ പ്ലസ് 10 ആണ്. ആൻസർ 6 + 10 16. അടുത്തത്, വിച്ച് എമംഗ് എ ആൻഡ് ബി ഹാസ് ബിഗർ ആറ്റം. എ ആണോ ബി ആണോ വലുത്? ജസ്റ്റിഫൈ യുവർ ആൻസർ. എയും ബിയും മക്കളെ സെയിം ഗ്രൂപ്പാണ്, പക്ഷേ നമുക്കറിയാം ഏറ്റവും മുകളിലുള്ളത് എ ആയിരിക്കും, താഴെയുള്ളത് ബി ആണ്. അപ്പം ഡൗൺ ദ ഗ്രൂപ്പ് ആറ്റത്തിൻ്റെ സൈസ് കൂടാണ് ചെയ്യുക അല്ലേ. അപ്പോൾ എയിലും ബിയിലും ആരായിരിക്കും വലുത്? ബി ആണ് വലുത്, ബിക്കോസ് ഡൗൺ ദ ഗ്രൂപ്പ് സൈസ് ഓഫ് ദി ആറ്റം ഇൻക്രീസസ്. അതുപോലെ തന്നെ എ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബിയിൽ നമ്പർ ഓഫ് ഷെല്ലും കൂടുതലാണ്. സോ നമ്പർ ഓഫ് ഷെൽ ഈസ് ഗ്രേറ്റർ ദാൻ ന്യൂക്ലിയർ ചാർജ്. അതുപോലെ ഡൗൺ ദ ഗ്രൂപ്പ് ആറ്റത്തിൻ്റെ സൈസ് കൂടുന്നത് കൊണ്ട് ബി ആണ് ഇവിടുത്തെ ബിഗർ ആറ്റം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കെമിസ്ട്രിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാനുണ്ടാവുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുള്ള ലെറ്റസ് എസ്എസിൻ്റെ ചോദ്യങ്ങളും കൂടി എന്ത് ചെയ്യണം? ഒന്ന് വർക്കൗട്ട് ചെയ്യണം. എന്നാൽ എക്സാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല മാർക്കോടെ ഫുൾ മാർക്ക് വാങ്ങാനും നമുക്ക് സാധിക്കും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.